നമ്മുടെ ഗൂഗിൾ ജിമെയിൽ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരുപാട് നമ്മുടെ ജിമെയിലിലേക്ക് വരുന്ന മെസ്സേജുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരുപാട് വീഡിയോ പല സമയത്തായിട്ട് ചെയ്തിട്ടുണ്ട്. കാരണം പല സെറ്റിങ്സുകളും വരുന്ന സമയത്ത് തന്നെ നിങ്ങളിലേക്ക് ഏറ്റവും ആദ്യത്തിൽ തന്നെ എല്ലാ ഫീച്ചേഴ്സുകളും എല്ലാ ആപ്ലിക്കേഷൻസിൻ്റെ ഫീച്ചേഴ്സുകളും നമ്മൾ എത്തിക്കാറുണ്ട്. ഇപ്പോൾ ജിമെയിൽ അക്കൗണ്ടിൽ നമുക്കൊരു പുതിയൊരു ഫീച്ചർ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫീച്ചറാണ്. നമ്മുടെ ജിമെയിൽ അക്കൗണ്ടിലേക്ക് വന്ന മെസ്സേജുകൾ പെട്ടെന്ന് സെർച്ച് ചെയ്ത് കണ്ടെത്താനും. ചില ആളുകൾക്ക് ജിമെയിൽ അക്കൗണ്ട് വളരെ കാലം മുമ്പുള്ള ജിമെയിൽ അക്കൗണ്ടുകളായിരിക്കും. അതിനകത്ത് നമ്മുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും ഫോട്ടോകളോ വീഡിയോകളോ അയച്ചു തന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് അതിനകത്ത് കാണാൻ സാധിക്കും. എങ്ങനെയാണ് നമുക്ക് നമ്മുടെ ജിമെയിൽ അക്കൗണ്ടിനകത്തുള്ള നമ്മുടെ ജിമെയിൽ അക്കൗണ്ടിലേക്ക് വന്നിരിക്കുന്ന മെസ്സേജുകൾ ഫോട്ടോസുകളൊക്കെ എങ്ങനെ നമുക്ക് വളരെ ഈസി ആയിട്ട് സെർച്ച് ചെയ്ത് കണ്ടെത്താമെന്നുള്ള ഒരു ടിപ്സാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത്. അപ്പോൾ ജിമെയിൽ അക്കൗണ്ട് ഉപയോഗിക്കുന്ന ആൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. നമുക്കത് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. അതിനുമായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കും കൂടി ക്ലിക്ക് ചെയ്യുക. എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ വാട്സപ്പ് പരമായുള്ള അപ്ഡേറ്റുകളൊക്കെ നമ്മുടെ സെക്കൻഡ് ചാനൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. ചാനലിൻ്റെ ലിങ്ക് വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ നമ്മൾ ജിമെയിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. ജിമെയിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വന്നിരിക്കുന്ന മെസ്സേജുകളൊക്കെ ഇതിനകത്ത് ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ നമ്മൾ ഏറ്റവും മുകളിൽ ഈ സെർച്ച് ഇൻ ഇമെയിൽ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് കൊടുക്കുക. ഓർക്കുക, നിങ്ങളുടെ സംശയങ്ങളൊക്കെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ചോദിക്കുക. ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മൾ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാൻ സാധിക്കുന്നതാണ്, സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ ജിമെയിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് ഏറ്റവും മുകളിൽ സെർച്ച് ഭാഗത്തൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ താഴെ കാണുന്ന ഭാഗത്ത് കാണാൻ സാധിക്കും ഫ്രം ടു അറ്റാച്ച്മെന്റ് ഡേറ്റ്, അത്തരത്തിലുള്ള ഒരുപാട് ഓപ്ഷൻസ് ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ നമുക്ക് ഫ്രം എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് നമുക്ക് എവിടെ നിന്നെല്ലാം നമ്മുടെ ഈ ജിമെയിൽ അക്കൗണ്ടിലേക്ക് മെസ്സേജ് വന്നിട്ടുണ്ടെന്ന് കാണാൻ സാധിക്കും. നമുക്ക് ഇതുവരെ മെസ്സേജ് അയച്ച വ്യക്തികളെല്ലാം നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ രണ്ടാമതായിട്ട് നമ്മൾ ഏതെല്ലാം അക്കൗണ്ടിലേക്ക് നമ്മൾ ഇതുവരെ നമ്മുടെ ജിമെയിൽ അക്കൗണ്ടിൽ നിന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ടോ അതെല്ലാം നമുക്ക് ഇതിനകത്ത് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് അറ്റാച്ച്മെന്റ്, ഇവിടെയാണ് നമുക്കൊരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ അറ്റാച്ച്മെന്റ് ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ജിമെയിൽ അക്കൗണ്ട് നമുക്ക് ആർക്കെങ്കിലും അയച്ചിരിക്കുകയോ നമ്മൾ ആർക്കെങ്കിലും അയച്ചു കൊടുക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ ഏതെങ്കിലും ഫയലുകൾ, ഏതെങ്കിലും ഫോട്ടോസോ വീഡിയോസോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഡോക്യുമെന്റ്സുകൾ അറ്റാച്ച്മെന്റ് ചെയ്തിട്ട് അയച്ചിട്ടുണ്ടെങ്കിൽ, ആ ഒരു മെസ്സേജിനോട് കൂടെ അയച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കാണുന്നതിന് ഇവിടെ ഏറ്റവും മുകളിൽ ആനി അറ്റാച്ച്മെന്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത്തരത്തിലുള്ള എല്ലാ അറ്റാച്ച്മെന്റും നമുക്ക് കാണാൻ സാധിക്കും. ചില ആളുകൾ CV ഏതെങ്കിലും ഓഫീസിലേക്ക് ജോലി ആവശ്യാർത്ഥം നമ്മുടെ CV ഒക്കെ ഈ ജിമെയിലുടെ അക്കൗണ്ട് അയച്ചു കൊടുക്കും. അപ്പോൾ ഏതെല്ലാം അക്കൗണ്ടിലേക്ക് ഏതെല്ലാം നമ്മൾ അറ്റാച്ച്മെന്റ് നമുക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടെന്നുള്ളതും നമുക്ക് ആർക്കെങ്കിലും അയച്ചു തന്നിട്ടുണ്ടെന്നുള്ളതൊക്കെ ഒരു ക്ലിക്കിൽ തന്നെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. രണ്ടാമത് ഡോക്യുമെന്റ്സുകൾ, എന്തെങ്കിലും ഡോക്യുമെന്റ്സുകൾ ജിമെയിൽ ആരെങ്കിലും അയച്ചെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഒറ്റയടിക്ക് കണ്ടെത്താൻ സാധിക്കും. ഇവിടെ സ്ലൈഡ്സ്, ഷീറ്റ്സ്, ഇമേജ്, PDF ഒരുപാട് ഓപ്ഷൻസുകളുണ്ട്. ഇവിടെ ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം ഈ ഒരു ഭാഗത്ത് ഇമേജ് ഭാഗത്ത് ക്ലിക്ക് ചെയ്തപ്പം വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഞാൻ ഉപയോഗിക്കുന്ന ഒരു ജിമെയിൽ അക്കൗണ്ട് ആയതുകൊണ്ട് തന്നെ വളരെ വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് വാട്സപ്പ് അത്ര പ്രചാരത്തിലോ വാട്സപ്പ് വരാത്തൊരു സമയത്ത് തന്നെ ജിമെയിൽ അക്കൗണ്ടിലേക്ക് പല ആളുകൾ ഫോട്ടോസ്, അന്ന് കാലത്ത് ജിമെയിലൂടെ ഫോട്ടോസുകളൊക്കെ അയച്ചു തരാറുണ്ടായിരുന്നു. ആ ഒരു ഫോട്ടോസുകളൊക്കെ ഇതിനകത്ത് എനിക്ക് കാണാൻ സാധിച്ചു. വളരെ നമുക്ക് അത്യാവശ്യമുള്ളതും നേരത്തെ നമ്മുടെ മൊബൈൽ ഫോണിൽ നമ്മുടെ കയ്യിലില്ലാത്ത ഡിലീറ്റ് ചെയ്ത് പോയ ഫോട്ടോസൊക്കെ നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിച്ചു. ഇപ്പം ഞാനിവിടെ കാണാൻ സാധിക്കും. ഞാനപ്പോൾ ആ ഇമേജ് ഭാഗത്ത് തന്നെ ക്ലിക്ക് ചെയ്യാണ്. ഇവിടെ ഒരുപാട് ഫീച്ചേഴ്സുകളുണ്ട്. ഇതിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാൻ സാധിക്കുന്നതാണ്. ഞാൻ ഇമേജ് ആ ഒരു ബോക്സിൽ ക്ലിക്ക് ചെയ്തു. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി, ഇത് കാണാൻ സാധിക്കും. നമ്മുടെ മൊബൈലിലേക്ക് വന്നിരിക്കുന്ന ഓരോ അക്കൗണ്ടിൽ നിന്ന് വന്നിരിക്കുന്ന ഫോട്ടോ, വീഡിയോ ഒക്കെ ഇവിടെ കാണാൻ സാധിക്കും. ഇപ്പം ഞാനിവിടെ കാണാൻ സാധിക്കും. ഞാനിപ്പം ഇവിടെ ഏറ്റവും അവസാന ഭാഗത്തേക്ക് പോകുമ്പോൾ കാണാൻ സാധിക്കും ഒരുപാട് ഫോട്ടോസ് ഇതിനകത്ത് വന്നിട്ടുണ്ട്, കാണാൻ സാധിക്കും. ഒരുപാട് ഫയലുകൾ, ഫോട്ടോസുകൾ ഇതിനകത്ത് നമുക്ക് ലഭിച്ചിട്ടുണ്ട്, കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഇവിടെ വെച്ച് വേണമെങ്കിൽ അത് ഡൗൺലോഡ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്, നമുക്ക് ഡൗൺലോഡ് ചെയ്യാനൊക്കെ സാധിക്കും. അപ്പോൾ അത്തരത്തിൽ ഫോട്ടോസിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും ഡോക്യുമെന്റ്സുകളോ അല്ലെങ്കിൽ PDF ഫയലുകളോ വീഡിയോസുകളോ ഒക്കെ അയച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഇതിനകത്ത് നമുക്ക് പെട്ടെന്ന് കണ്ടെത്താൻ സാധിക്കുന്ന ഒരു പുതിയൊരു ഫീച്ചറാണ്. അതുപോലെ തന്നെ നമുക്ക് തൊട്ടടുത്തായി ഡേറ്റ് എന്ന ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ഏതെല്ലാം ഡേറ്റിൽ വന്ന മെസ്സേജുകളാണെന്ന് പ്രത്യേകം തിരഞ്ഞുപിടിക്കാൻ സാധിക്കും. ഇപ്പോൾ ഓൾഡർ ദാൻ വീക്ക്, ഓൾഡർ ദാൻ മന്ത്, ഓൾഡർ ദാൻ 6 മന്ത് ഉള്ള ഓപ്ഷൻസ് കാണാൻ സാധിക്കും. 6 മാസം മുമ്പുള്ളതും ഒരാഴ്ച കാലത്തേക്കുള്ളതും ഒക്കെ നമുക്ക് പെട്ടെന്ന് കണ്ടെത്താനും അത്തരം മെസ്സേജുകൾ പെട്ടെന്ന് മനസ്സിലാക്കാനൊക്കെ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ തൊട്ടടുത്തായിട്ട് നമുക്ക് അൺറീഡ് മെസ്സേജ്, നമ്മൾ ഇതുവരെ വായിക്കാത്ത മെസ്സേജുകൾ ഏതൊക്കെയാണ്, നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കാത്ത മെസ്സേജുകൾ ഏതൊക്കെയാണെന്നൊക്കെ നമുക്ക് പെട്ടെന്ന് കണ്ടെത്താനൊക്കെ സാധിക്കും. അത്തരത്തിലുള്ള ഒരുപാട് ഫീച്ചേഴ്സുകളുണ്ട്. ഇത് വളരെ യൂസ്ഫുൾ ആയിട്ട് ജിമെയിൽ അക്കൗണ്ട് സ്ഥിരമായി ഉപയോഗിക്കുന്നതും കൃത്യമായി കൈകാര്യം ചെയ്യുന്ന ആളുകൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും ഈ ഒരു ടിപ്സ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ അഭിപ്രായങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.